ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ സുധിയും ശ്രുതിയും കൂടി നീലിമയുടെ വിവരങ്ങൾ തിരക്കുകയാണ്. അവരോട് ഹെഡ് ഓഫീസിൽ ചെന്ന് അന്വേഷിക്കാൻ പറയുകയാണ്. അവർ ഓഫീസിൽ ചെന്നിട്ട് പറയുകയാണ്, അമ്മാമ്മ മുത്തശ്ശി മരിച്ചിട്ട് അവളെ ഒന്ന് വിവരം അറിയിക്കണം, അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഹെഡ് ഓഫീസിൽ ചെന്ന് അപ്പം നിങ്ങൾ പറയുമോ, അവിടെ പറഞ്ഞാലേ എനിക്ക് വല്ലതും തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നീട് ശ്രുതിയോട് പറയാണ്, നമുക്കൊരു ജ്യൂസ് കുടിച്ച് തുടങ്ങിയാലോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ. ശ്രുതിയാണെങ്കിൽ എങ്ങനെ നീലിമയെ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് സച്ചിയുടെ കാറിൽ വാടക വിളിച്ച് നീലിമ വന്നിരിക്കുന്നത് നാട്ടിലേക്ക്. അവൾ ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. സച്ചിയോട് നീലിമ പറയുന്നുണ്ട്, നാളെ തന്നെ എനിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ സച്ചി നീലിമയോട് ചോദിക്കുന്നുണ്ട്, കാനഡയിലെ വിശേഷങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവരങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ചന്ദ്ര വന്ന് ശ്രുതിയുടെയും റൂമിൻ്റെ വാതിൽക്ക് മുട്ടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾ വേഗം യാത്രയാവ്, നമുക്ക് ദേവീക്ഷേത്രത്തിൽ പോകണം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, മനസ്സിൽ കണ്ട കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയി ഭിക്ഷ യാചിക്കാൻ തയ്യാറായില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, അതിൻ്റെ കുറവ് മാത്രമേ ഈ വീട്ടുകാർക്കുള്ളൂ എന്ന് പറയാണ് ശ്രുതിയോട്. ചന്ദ്ര പറയാണ്, ക്ഷേത്രത്തിൽ പോകുന്നത് ശ്രുതിക്ക് വേണ്ടിയാണ് എന്ന്. ശ്രുതി ചോദിക്കുകയാണ്, അതെന്തിനാ എന്ന്. അപ്പോൾ ചന്ദ്ര പറയാണ്, നിൻ്റെ അച്ഛനെ പുറത്തിറക്കണ്ടേ, അതിനു വേണ്ടിയാണ് എന്ന്. അപ്പോൾ ശ്രുതി പറയാണ്, എവിടെ നിന്ന് പുറത്തിറക്കാൻ എന്ന്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, നീ എന്താ അങ്ങനെ പറയുന്നത് എന്ന്. ചന്ദ്ര പറയാണ്, നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് എത്രയും വേഗം പുറത്തിറക്കണമെന്ന് പറയാണ്, അതിനു വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അവിടെ ചെന്നാൽ വിളിച്ചാൽ വിളിപ്പുറത്താണ് എന്ന്, ദേവി അത്രയ്ക്ക് ശക്തിയുള്ളതാണ് എന്ന് പറയാണ്. അവിടെ പോയിട്ട് ശ്രുതി ശയന പ്രദക്ഷിണം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാവൂ, അത് വെജിറ്റബിൾ മാത്രം, ഇറച്ചിയും മീനും ഒന്നും കഴിക്കാൻ പാടില്ല, അതാണ് വ്രതം. അപ്പോൾ ശ്രുതി പറയാണ്, ആൻറ്റിയും വ്രതം എടുക്കുമല്ലേ എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനാണോ ജയിലിൽ കിടക്കുന്നത്, നിൻ്റെ അച്ഛനല്ലേ, അപ്പോൾ നീ മാത്രം എടുത്താൽ മതി എന്ന് പറയാണ്. ശ്രുതി ചോദിക്കുകയാണ്, അമ്മേ ഈ ദൈവം മലേഷ്യയിലെ ജഡ്ജിയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാമെന്ന്. അപ്പോൾ തന്നെ ചന്ദ്ര പറയാണ്, ദൈവത്തെ തൊട്ട് കളിക്കരുത് മോനെ എന്ന്. ചന്ദ്ര പറയാണ് ശ്രുതിയോട്, നീ 48 ദിവസം വ്രതം എടുക്കണം, നീ തറയിൽ പായ വിരിച്ചാണ് കിടക്കേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ഇവള് തറയിൽ പായ വിരിച്ച് കിടന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കും കിടക്കാമല്ലോ എന്ന്. അപ്പോൾ ചന്ദ്ര പറയാണ്, നീ കിടക്കയിൽ കിടന്നാൽ മതി, ചന്ദ്ര പറയാണ്. അപ്പോൾ ശ്രുതിയോട് നിലത്ത് തന്നെ പായ വിരിച്ച് കിടക്കണമെന്ന് ചന്ദ്ര നിർബന്ധിച്ച് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അമ്മേ ഞാൻ ഈ 48 ദിവസം ഒറ്റയ്ക്ക് കിടക്കണ്ടേ, എനിക്ക് അതാണ് വിഷമം എന്ന് പറയാണ് ശ്രുതി. ചന്ദ്ര വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി പറയാണ് ശ്രുതി വ്രതം എടുക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ ഇവളെ കൊണ്ട് പറ്റുമോ, ഇത് 48 ദിവസം വ്രതം എടുക്കണം, ഇതിൽ ഇറച്ചിയും മീനും ഒന്നും കഴിക്കാൻ പാടില്ല, 48 ദിവസം പായയിൽ കിടക്കണം, എല്ലാം ഇവള് ചെയ്യുമോ, അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവുമെന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന്. അപ്പോൾ ചന്ദ്രൻ നിർബന്ധിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനെ പുറത്തിറക്കണ്ട, എന്തായാലും ഇത് എടുത്തേ പറ്റൂ എന്ന് നിർബന്ധിക്കുകയാണ്. അപ്പോൾ തന്നെ ചന്ദ്ര പറയാണ്, വീട്ടിലുള്ള എല്ലാവരും വേണം, അപ്പോൾ ഇവിടെ ഒരാളില്ലല്ലോ. രേവതി പറയുന്നുണ്ട്, അമ്മേ സച്ചേട്ടൻ വാടകയ്ക്ക് പോയതല്ലേ, ഇനി സച്ചേട്ടൻ എത്തുമോ ആവോ എന്ന്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, രേവതി പറഞ്ഞാൽ അവൻ കേൾക്കും, അവൻ അപ്പോൾ വരുമെന്ന് പറയാണ്. ഒടുവിൽ രേവതി സച്ചിയെ വിളിക്കുകയാണ്. സച്ചി ഓരോന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എന്തായാലും വരാമെന്ന് സമ്മതിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്